എക്സ്പെക്ടേഷന്റെ കാര്യം എനിക്കറിയില്ല. എനിക്കത് ആദ്യത്തെ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ആ സിനിമയുടെ ഒരു പാറ്റേണിലേക്ക് ഇന്നായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജയിലർ പാറ്റേൺ അല്ല ഈ സിനിമ കുറച്ചും കൂടെ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് സംഭവങ്ങളും കൂടുതലും അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് എനിക്ക് സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റ് എലമെന്റിലേക്ക് കുറച്ചും കൂടെ യൂഫോറിക് എലമെന്റ്സ് കിട്ടി. നമുക്ക് കൈയടിക്കാനുള്ള എലമെന്റ്സും. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ചും കൂടെ എന്താ പറയാ ഒരു മിതത്വമുള്ള ഫസ്റ്റ് ഹാഫാണ്. പക്ഷെ അതിൽ ലെയേഴ്സ് ഉണ്ട്. അതിനകത്ത് സെക്കൻഡ് ഹാഫിലേക്കുള്ള കുറെ സാധനങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അങ്ങനത്തെ ഒരു സ്റ്റൈലായിട്ട് തോന്നുന്നു. ലോകേഷ് പടം രജനി പടം രണ്ടിന്റെയും ഒരു മിക്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ജയിലർ കാണുന്ന പോലെ ഒരു രജനി പടമല്ല. എനിക്ക് ജയിലറിലൊക്കെ സെക്കൻഡ് ഇന്റർവെൽ പഞ്ചൊക്കെ ഞാൻ ഭയങ്കര കോരിത്തരിച്ച അനിരുദ്ധ് മ്യൂസിക്കും കോരിത്തരിച്ച സംഭവമാണ്. ആ സാധനമല്ല ഇതിനൊരു നമുക്ക് കബാലിയിലെ എലമെന്റുകൾ അങ്ങനത്തെയൊക്കെയുള്ള ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷെ എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ആസ് ഓഫ് നൗ ഏതാണ് അങ്ങനെ മുകളിൽ നിൽക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കിതിനകത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഒരു സിനിമ എന്നുള്ള രീതി. ഇന്റർവൽ പഞ്ച് എനിക്ക് അങ്ങനെ ഒരു വിക്രത്തേക്കാൾ വലിയൊരു ഇന്റർവൽ പഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അതിന്റെ ആ മീറ്റർ തോന്നിയില്ല. എനിക്ക് മീറ്റർ വർക്ക് ആയത് സെക്കൻഡ് ഹാഫിലാണ്. അത് തീർച്ചയായിട്ടും കാരണം അദ്ദേഹം ഇപ്പോഴും ആ സ്വാഗ് വെച്ച് ഒരിക്കലും അതൊരു മോശം പടമല്ല. ഇതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ വേറൊരു മീറ്ററുള്ള സിനിമയാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാൾ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. ടുവേർഡ്സ് എൻഡ് എനിക്ക് എലമെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് അമീർ ഖാൻ രജനീകാന്ത് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ 2 വലിയ സൂപ്പർ സ്റ്റാർസ് ഒന്നിച്ച സീനുകളൊക്കെ കാണുന്നത് എനിക്ക് ഒരു ഭയങ്കര യൂഫോറിയ. സൗബിന് ഗംഭീര ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്. ശരി താങ്ക് യു. വിക്രം അങ്ങനെ കമ്പാരിസൺ അല്ല. തലവർ പടം തന്നെയാണ്. പക്ഷെ ഇതിൽ ഒരു കാര്യം പറയാം, ഇത് മാസും ഉണ്ട് പടത്തില്, അതേപോലെ ഇന്റലക്ച്വൽ ഒരു ഫിലിമാണ്. എന്താ പറയാ, തലവർ പടത്തില് ഫുൾ മസാലവായിരിക്കും. ഓഡിയൻസുக்கு വേണ്ടി അവരുടെ ഫാൻസുக்கு വേണ്ടി ഇരിക്കും. അത് മാത്രമല്ല, അത് കോമൺ ഓഡിയൻസുക്ക് കൂടെ ഒരു നല്ല ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ഫിലിമാവും ഈ പടമുണ്ട്. എല്ലാവർക്കും നല്ല പടം എൻജോയ് ചെയ്യാം. മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ കാണണം. പിന്നെ രജനി പടം വീട്ടിലിരുന്ന് കാണും. ഞാൻ ആദ്യം തൊട്ടേ തുടങ്ങി വിസിൽ. പടത്തില് വിസിലടിച്ച് ഞാൻ കേൾക്കാറ്. ആരും കാണാതെ വിസിലടിച്ചാ പറയാം. രജനീകാന്ത്, ഉപേന്ദ്ര, നാഗാർജുന എല്ലാരും പൊളിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. BGM ഒക്കെ അടിപൊളി. സംഭവം പൊളിയാണ്. കിടിലം ഹിറ്റാണ്. ഒരു 700 കോടി കളക്ട് ചെയ്യുന്ന കാര്യം യാതൊരു സംശയം വിചാരിക്കണം. സൂപ്പർ ഹിറ്റ് പടം. അടിപൊളി പടം. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നല്ലോണം. രജനീകാന്തിന്റെ സ്റ്റൈലൊക്കെ അടിപൊളിയായിരുന്നു. പഴയ സിനിമകളുടെ ഒരു ടച്ച് കിട്ടിയിട്ടുണ്ട്. ലോകേഷിന്റെ ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഇതായിട്ടാണ് തോന്നിയത്. ഇതുവരെയുള്ള പടത്തിൽ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഏതാ ജയിലറിന്റെ അത് ഇതൊരു വേറൊരു രീതിയാണ്. എന്നാലും രജനീകാന്തിന്റെ സ്റ്റൈലും മാസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് ത്രൂ ഔട്ട് നന്നായിരുന്നു. സൗബിൻ നമ്മളുടെ മലയാളികൾക്ക് വളരെ നല്ലൊരു മുഹൂർത്തമാണ് നമുക്ക് സമ്മാനിച്ചത്. അടിപൊളി പെർഫോമൻസ് ആയത്. ഓൾ ത്രൂ ഔട്ട് എല്ലാ ക്യാരക്ടേഴ്സും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് BGM പൊളിച്ച്. ഓൾ ത്രൂ ഔട്ട് അമേസിംഗ്. ലോകേഷ് പടം ഇതിന് മുമ്പ് ചെറിയ ലാഗ് ഫീൽ ചെയ്ത്, ബട്ട് സെക്കൻഡ് ഹാഫ് എല്ലാത്തിലും കവറപ്പ് ചെയ്യുന്നുണ്ട്. ഓൾ pretty good performance. Of course, definitely. കുറെ നാളിന് ശേഷം ഇത്ര ആളുള്ള ഒരു ഫുൾ പെർഫോമൻസ് മൂവി കണ്ടു. നല്ല പടം, നല്ലൊരു പടമാണ്. ലോകേഷിന്റെ മറ്റൊരു പടം, നല്ല ഇമോഷൻ ഉണ്ട്. അതായത് നല്ലൊരു പടം. എന്തോ അനിരുദ്ധും കുഴപ്പമില്ല. എന്നാ പക്ഷെ അത് പറയേണ്ട സൗബിനാണ്. ഈ നാഗാർജുന, അമീർ ഖാൻ, രജനീകാന്തിന്റെ ഒക്കെ കൂടെ പിടിച്ചു ചെയ്യുന്നിട്ടുണ്ട് പുള്ളി. നല്ല ഉഗ്രനായിട്ട് ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെ ഉഗ്രൻ. സൗബിൻ തകർത്ത് നല്ല റോള് സൗബിന് കിട്ടിയിട്ടുണ്ട്. മലയാളം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും നല്ലൊരു കഥയാണ്. നല്ല എൻഡിങ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മനസ്സ് ഇറക്കും.